Razi Visions, the guide of madrasa students. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പമാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 1ാം ക്ലാസ്സിലെ തഫ്ഹീമു തിലാവ കിതാബത്ത് പരീക്ഷയുടെ എഴുത്ത് പരീക്ഷയുടെ 2ാമത്തെ മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ 1ാമത്തെ മോഡൽ ചോദ്യപേപ്പറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ചാനലിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. ഇവിടെ ആദ്യം എന്താണ്, വിട്ടുപോയ അക്ഷരങ്ങൾ എഴുതാം എന്നാണ്. വിട്ടുപോയ അക്ഷരങ്ങൾ എഴുതാം. ഇപ്പോൾ വിട്ടുപോയത് ഏതാണെന്ന് എങ്ങനെ അറിയും? താഴെ അതിൻ്റെ വാക്കുണ്ട്, ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഓരോ ചിത്രത്തിനും എന്താണ് അറബിയിൽ പറയാൻ. അതതിൻ്റെ താഴെയുണ്ട്. പക്ഷെ അത് ഫുള്ള് കൊടുത്തിട്ടില്ല. ചില അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ ചേർത്ത് അവിടെ എഴുതി കൊടുക്കണം. ഒന്നാമത്തെ ചിത്രം എന്തിൻ്റെയാണ്? ഒരു മാൻ്റെ ചിത്രമാണ്. മാനിന് എന്താ പറയുക? നമുക്കറിയാം ലൊബിയുൻ എന്നാണ് മാനിന് പറയാം. ഇവിടെ ലൊബ് എന്നുണ്ട്. ഇവിടെ യുൻ എന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അല്ലേ? ലൊബ് യുൻ. അപ്പോൾ യുൻ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ആൻസറായി ലൊബിയുൻ. പിന്നെ അടുത്തത് പേനൻ്റെ ചിത്രം ഇവിടെ ഉണ്ട്. പേനൻ്റെ ചിത്രം. പേനക്ക് എന്താ നമ്മൾ പറയുക? കലമുൻ എന്നാണ് പറയുക. ഇവിടെ കല എന്നുണ്ട്. ഇപ്പോൾ ഏതാ ചേർത്ത് കൊടുക്കേണ്ടത്? മുന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്തായി? കലമുൻ, പേന. ഇനി അടുത്തത് ഒരു മലൻ്റെ ചിത്രം കാണാണ്ടല്ലോ. മലക്ക് എന്താ പറയുക? ജബലുൻ എന്നല്ല പറയുക. ജബ എന്ന് ഇവിടെ ഉണ്ട്. ലുൻ നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി, ജബലുൻ എന്നായി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വരാം പരീക്ഷയ്ക്ക്. പിന്നെ ഒരു വാതിലിൻ്റെ ചിത്രം കാണാണ്ട് അല്ലേ? വാതിലിൻ്റെ ചിത്രം വാതിലിന് എന്താണ് പറയുക നമ്മൾ? ബാബുൻ എന്നാണ് പറയുക വാതിലിന്, ബാബുൻ. അപ്പോൾ അതിനെന്ത് ചെയ്യാം? ഇവിടെ ബുന്നുണ്ട് ലാസ്റ്റ്. ബാന്ന് ഫസ്റ്റ് ചേർത്ത് കൊടുത്താൽ അത് അങ്ങനെ കറക്റ്റായി, ബാബുൻ. സിമ്പിളാണ്. പിന്നെ അവസാനത്തെ ചിത്രം എന്താണ്? ഒരു വീടിൻ്റെ ചിത്രമാണ്. വീടിന് എന്താ പറയുക? ബൈത്തുൻ എന്നാണ് പറയുക. ഇവിടെ ഫസ്റ്റത്തെ അക്ഷരം വിട്ടുപോയിട്ടുണ്ട്. ഈ തുൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബ ചേർത്ത് കൊടുക്കുക. സിമ്പിളാണ്. അപ്പോൾ എന്തായി? ബൈത്തുൻ എന്നായി, ബൈത്തുൻ. മാനിന് ലൊബിയുൻ. പിന്നെ പേനക്ക് കലമുൻ. പിന്നെ മലക്ക് എന്താ പറയുക? ജബലുൻ അല്ലേ? പിന്നെ വാതിലിന് എന്താ പറയുക? ബാബുൻ. പിന്നെ വീടിന് എന്താ പറയുക? ബൈത്തുൻ. അതേ മനസ്സിൽ ചേർക്കാം. ഇനി 2ാമത്തെ ആക്ടിവിറ്റി എന്താണ്? പദങ്ങൾ നോക്കി എഴുതാം എന്നാണ്. പദങ്ങൾ നോക്കി എഴുതാം. ഇവിടെ ഇടത് സൈഡിൽ ഒരു ബോർഡിൽ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിങ്ങോട്ട് ഈ ഭാഗത്തേക്ക് നോക്കി കറക്റ്റാക്കി എഴുതുക. ഇവിടെ 1ാമത്തെ പദം ഏതാണ്? 1ാമത്തേത് ബഖീലുൻ എന്നാണ്. അത് നമുക്കിവിടെ ഫസ്റ്റ് എഴുതി കൊടുക്കുക. ബഖീലുൻ. നോക്കി ഫത്തഹ് കസ്റുള്ളൊന്നും വിടാതെ ഷദ് അതേപോലെ നീട്ടാനുള്ള അക്ഷരങ്ങളൊന്നും ഒഴിവാക്കാതെ കൃത്യമായി എഴുതുക. ബഖീലുൻ. ഇവിടെ ബ കഴിഞ്ഞിട്ട് ഖാഇന് കസ്റാണ്. കസ്റാകുമ്പോൾ അതിനെ നീട്ടാൻ യാ വേണം. അത് അപ്പുറത്തുണ്ട് ബഖീ. പിന്നെ അവസാനം തൻവീൻ ലൊമ്മു വേണം. ഇപ്പോൾ ബഖീലുൻ എന്നായി. 2ാമത്തേത് ഉസ്താദിൻ എന്നാണ്. ഉസ്താദിൻ. അത് താഴത്തെ എഴുതാം. ഉസ്താദിൻ എന്നാണ്. ഉസ്താദിൻ. അപ്പോൾ ഉസ്താദിനെ നീട്ടാൻ മറക്കണ്ട. ലാസ്റ്റ് ദാലല്ല, ദാലാണ്. ഉസ്താദിൻ. പിന്നെ 3ാമത്തെ എന്താണ്? അഷാക്കിറു എന്നാണ്. അഷാക്കിറു. അതേപോലെ നോക്കി ഷീനൊക്കെ 3 പുള്ളിയുണ്ട്. ഒരു പുള്ളി പോകരുത്. അഷാക്കിറു. അപ്പോൾ അത് കഴിഞ്ഞ് 4ാമത്തെ എന്താണ്? ബർഫൂഫുൻ എന്നാണ് അല്ലേ? ബർഫൂഫുൻ. അപ്പോൾ അത് എഴുതാം.
ഫൂ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നീട്ടണം, അത് മറക്കരുത്. ബർഫൂഫുൻ എന്ന് എഴുതാം. നാലാമത്തത്. അഞ്ചാമത്തത് എന്താണ്? ഖാത്തമു ദഹബിൻ എന്നാണ്. ഖാത്തമു ദഹബിൻ, അത് ഞാനിവിടെ ചേർത്ത് എഴുതാണ്. ഖാത്തമു, പിന്നെ ദഹബിൻ, ഖാത്തമു ദഹബിൻ. അഞ്ചെണ്ണമാണ് ഉള്ളത്. ഇവിടെ ഒരു വരി വെറുതെ ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് വാക്കുകൾ? ബഖീലുൻ, ഉസ്താദിൻ, അഷാക്കിറു, ബർഫൂഫുൻ, പിന്നെ ഖാത്തമു ദഹബിൻ. അപ്പോൾ നമുക്കങ്ങനെ പദങ്ങൾ നോക്കി എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കി എഴുതുമ്പോൾ ഫത്തഹ് കസറുള്ളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. പുള്ളികൾ എത്ര പുള്ളിയാണോ വേണ്ടത് അത്ര പുള്ളികൾ തന്നെ നിർബന്ധമായിട്ടും വേണം. പിന്നെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഫത്തഹ് കസറുള്ളൊന്ന്, മദ്, ഷദ് ഒന്നും മാറാതെ കൃത്യമായി നോക്കി എഴുതുക. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഹർക്കത്ത് നൽകാം എന്നാണ്. സാധാരണ പരീക്ഷകൾക്കൊക്കെ ചിലപ്പം വരാറുണ്ട് ഹർക്കത്ത് നൽകി കൊടുക്കാൻ. ഇവിടെ എത്ര വാക്ക്? 4 വാക്കുകളുണ്ട്. ഇതേതാണ് വാക്ക്? സമകുൻ എന്നാണ്. സമകുൻ കാണാണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഹർക്കത്ത് നൽകാം. സീനിന് ഫത്തഹ്, മീമിന് ഫത്തഹ്, കാഫിന് തൻവീൻ ലൊമ്മ്. അപ്പോൾ എന്തായി? സമകുൻ എന്നായി. സമക്കുൻ. രണ്ടാമത്തെ എന്താണ്? അത് വായിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഷലീക്കുൻ എന്നാണ്. ഷലീ നീട്ടാനുണ്ട്, പിന്നെ കുൻ, ഷലീക്കുൻ. അപ്പോൾ അങ്ങനെ ഹർക്കത്തിടാം. ഷലീക്കുൻ, ഷലീക്കുൻ. മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് എങ്ങനെ വായിക്കും? അൽ ജലീലു എന്നാണ് വായിക്കുക. അൽ ജലീലു. അപ്പോൾ ഇവിടെ ലാമിന് സുക്കൂന് വേണം. അൽ ജ ലീ, ലാമിന് കസർ, പിന്നെ യോടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലാമിന് ലൊമ്മ്. അപ്പോൾ അൽ ജലീലു എന്നായി. അൽ ജലീലു. അടുത്ത എന്താണ്? സുബ്ഹാനല്ലാഹ്. അപ്പോൾ സീനിന് ലൊമ്മ്, ബാഇന് സുക്കൂന്, ഹാഇന് ഫത്തഹ് നീട്ടാനുള്ള ഇവിടെ ഉണ്ട്, പിന്നെ നൂനിന് ഫത്തഹ്. സുബ്ഹാനല്ലാഹി. അങ്ങനെ ഇതാ. സമക്കുൻ ഒന്നാമത്തത്, 2 ഷലീക്കുൻ, 3 അൽ ജലീലു, 4 സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതങ്ങനെ ഫത്തഹും കസറൊക്കെ നമുക്ക് ഇടാം, ഹർക്കത്ത് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് നാലാമത്തത് വിട്ട അക്ഷരം എഴുതാം. ഇവിടെ ഒരു 4 ചിത്രങ്ങളുണ്ട്. ഇവിടെ ഒരു വാക്കുകളുണ്ട്. അതിൽ ഒരു അക്ഷരം വിട്ടു പോയിട്ടുണ്ട്, അത് എഴുതാനാണ്. അതിൽ ഒന്നാമത്തത് ഡാഷ് നസുൻ എന്നാണ്. നസുൻ. അപ്പോൾ ഒരു നസുന്നൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എന്ത് വാക്ക് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ചക്കക്ക് എന്താ പറയുക? ഫനസുൻ എന്നല്ല പറയാം. അപ്പോൾ അവിടെ ഫ എന്നുള്ള അക്ഷരമാണ് വിട്ടുപോയിട്ടുള്ളത്. അപ്പോൾ അതവിടെ ചേർത്ത് കൊടുക്കുക, ഫ. അപ്പോൾ എന്തായി? ഫനസുൻ എന്നായി, ചക്ക, ഫനസുൻ. അടുത്തത് ഡാഷ് ജുലുൻ എന്ന് പറയുന്നുണ്ട്. ഡാഷ് ജുലുൻ. അപ്പോൾ ആ ജുലുൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഏതാണ്? എന്താ? റ കൊടുത്താൽ മതി. അപ്പോൾ എന്തായി? റജുലുൻ എന്നായി. ഇതേപോലെ വേറെ വാക്കുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. ഞാനിവിടെ ഒന്ന് എഴുതിയെന്ന് മാത്രം. റജുലുൻ. ലാസ്റ്റ് മൂന്നാമത്തത് ഒരു ദുൻ എന്ന് പറയുന്നുണ്ട്. ദുൻ, വെറും ദുന്നാണ്. അപ്പോൾ ഇവിടെ ഏതാണ്? യാ ചേർത്തെടുക്കുക. അപ്പോൾ യദുന്നായി. പിന്നെ അടുത്തത് ഡാഷ് റുൻ എന്നുണ്ട്. റുൻ എന്താണത്? വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം സൗറുൻ എന്നാണ് അല്ലേ? സൗറുൻ. അപ്പോൾ വിട്ട അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റത്തേൽ ഫ വിട്ടുപോയി, അത് ചേർത്ത് കൊടുക്കുക, ഫനസുൻ എന്നായി. രണ്ടാമത്തത് റാഇന് വിട്ടുപോയിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക, അപ്പോൾ റജുലുൻ എന്നായി. മൂന്നാമത്തത് യാ വിട്ടുപോയിട്ടുണ്ട്, അത് ചേർക്കാം, അപ്പോൾ യദുൻ എന്നായി. നാലാമത്തത് സ വിട്ടുപോയി, അപ്പോൾ എന്തായി? സൗറുൻ എന്നായി. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി അക്ഷരങ്ങൾ കൂട്ടി എഴുതാം എന്നാണ്. താഴെ കുറച്ച് കള്ളികൾ കൊടുത്തിട്ടുണ്ട്, അതിൽ അക്ഷരങ്ങൾ പിരിച്ചെഴുതി കൊടുത്തിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ കൂട്ടി എഴുതാണ് വേണ്ടത്. ഇവിടെ ഫസ്റ്റ് ക ത ബ അങ്ങനെ ഉണ്ട്. ക ത ബ. അപ്പോൾ ഇങ്ങനെ കൂട്ടി എഴുതും. അത് ക ത ബ എന്നാണ് വായിക്കുക. കൂട്ടിയിട്ട് എങ്ങനെ എഴുതാം? ക ത ബ അങ്ങനെ കൂട്ടി എഴുതാം. അപ്പോൾ ഒന്നാമത്തേത് അതാണ്, ക ത ബ. അടുത്തത് ഷിം തോ തുൻ. ഷിം തോ തുൻ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കൂട്ടി എഴുതാം. ഷിം തോ തുൻ. തോ തുൻ. ഷിം തോ തുൻ അങ്ങനെ കൂട്ടി എഴുതാം. അടുത്തത് ഹ, അത് നീട്ടി ഹ ലി
ദീ ദാലിൻ്റെ കസറുള്ളതുകൊണ്ട് നീട്ടി ഖാലിദീ, പിന്നെ ന ഖാലിദീന എന്നാണ്. അപ്പോൾ അതങ്ങനെ കൂട്ടി എഴുതാം. ഖാലിദീന. കതബ ഷിംതാത്തുൻ ഖാലിദീന. ഇങ്ങനെ കൂട്ടിയെഴുതാനും കൂട്ടി ആ വാക്കുകൾ കൂട്ടിയെഴുതിയ വാക്കുകൾ തന്നിട്ട് അക്ഷരങ്ങൾ പിരിച്ചെഴുതാനും രണ്ട് കോലത്തിലും ചിലപ്പം വരാം. ഇവിടെ അക്ഷരങ്ങൾ കൂട്ടിയെഴുതാനാണ് തന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ കൂട്ടി എഴുതിയിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.